നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നകുലോ? അതെ ആന്റി. ഇതെന്താ ഇപ്പൊ ഇങ്ങോട്ട്? ശ്രേയല്ലേ? അവളകത്തുണ്ട്. ഞാൻ ഗംഗയൊന്ന് കാണാൻ വന്നതാ. ഗംഗയുടെ മനസ്സിൽ കയറി പറ്റാനുള്ള വഴി നോക്കുകയാണല്ലേ? മഹിയുടെ മാളുവിന്റെ ഭാഗത്തുനിന്ന് പലതരത്തിലും കല്യാണം മുടക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുന്ന ശ്രേയ എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. അതുണ്ടാവും. എന്നാലും ഗംഗയുടെ മുത്തശ്ശി നകുലിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നിടത്തോളം ആരൊക്കെ ശ്രമിച്ചാലും നിങ്ങളുടെ വിവാഹം മുടക്കാൻ പറ്റില്ല. അത് ശരിയാ. പക്ഷെ പെണ്ണിന്റെ മനസ്സ് മാറിയ പിന്നെ മുത്തശ്ശനൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതും ശരിയാ. ഗംഗയുടെ മനസ്സിൽ നകുലിനൊരു സ്ഥാനം ഉണ്ടായാ പിന്നെ ഒരു പ്രശ്നമില്ല. നിങ്ങളുടെ നിശ്ചയം കഴിഞ്ഞ സ്ഥിതിക്ക് അതിന്റേതായ സ്വാതന്ത്ര്യം നകുലിന് കിട്ടുമല്ലോ. ഇതിന്റെ ബലത്തിലാ ഞാൻ ഈ പടി ചവിട്ടുന്നത്. ഇവിടെ എനിക്ക് വേണ്ട സപ്പോർട്ട് നിങ്ങൾ വേണം ചെയ്തു തരാൻ. അവളെ ഇവിടുന്ന് പുറത്താക്കാൻ എല്ലാ സപ്പോർട്ടോടും കൂടി നകുലിനൊപ്പം ഞങ്ങളുണ്ടാവും. നകുല് ധൈര്യമായിട്ട് മുന്നോട്ട് വയ്ക്കോ. ഈ വീട്ടിലെ അവസാനത്തെ വാക്ക് എന്റെ നാത്തൂന്റെയാ. കൈലാസം വീട്ടിൽ ദേവയാനി പറയുന്നതിനപ്പുറം ഇവിടെ ഒന്നും നടക്കില്ല. നകുലിന്റെ ഗംഗയുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടക്കാൻ എന്ത് സഹായവും നാത്തൂൻ ചെയ്തു തരും. മതി. നിങ്ങളുടെ അകമഴിഞ്ഞ സ്നേഹം എന്നെ പോലുള്ളവരെ വളർത്തുന്നത്. ഇതെന്നും ഉണ്ടായാ മതി. ഉണ്ടാവും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന പറ്റുന്ന അത്രയും സമയം ഗംഗയോടൊപ്പം സ്പെൻഡ് ചെയ്യാം. അങ്ങനെ അവളുടെ മനസ്സില് നല്ലൊരു സ്ഥാനം നേടിയെടുക്കാം. നകുൽ എത്ര സമയം വേണമെങ്കിലും ഇവിടെ നിന്നു. ഇനിയിപ്പൊ എന്തെങ്കിലും പറഞ്ഞ് നകുലിനെ ഇവിടെ താമസിപ്പിക്കണമെങ്കിൽ അതിനുള്ള വഴി ഞാൻ കണ്ടെത്തും. പോരെ? വിവാഹ നിശ്ചയം കഴിഞ്ഞെന്ന് വെച്ച് പെണ്ണിനും ചെക്കനും ഒരു വീട്ടിൽ തന്നെ കഴിയാൻ ആരെങ്കിലും സമ്മതിക്കോ? എന്റെ മോള് ശ്രേയയും മഹിയും തമ്മിൽ കല്യാണ നിശ്ചയം വരെ കഴിഞ്ഞവരല്ലേ? അവരിവിടെ അല്ലേ താമസിക്കുന്നത്? അത് പക്ഷേ നിങ്ങൾ സ്വന്തക്കാരും ബന്ധുക്കാരും ഒക്കെ അല്ലേ? അതുപോലാണോ ഞാൻ? അതൊന്നും നകുലി ചിന്തിച്ച് പാടുപെടണ്ട. അതിനൊക്കെ ഞങ്ങള് കാരണം കണ്ടെത്തിക്കോളാം. തൽക്കാലം വന്ന പണി നടക്കട്ടെ. വെറുതെ നമ്മളിവിടെ ഒന്ന് സംസാരിച്ച് സമയം കളയണ്ട. ആരെങ്കിലും കണ്ടോണ്ട് വന്നാലേ പിന്നെ അത് മതി. നമ്മുടെ പ്ലാനും പദ്ധതി എല്ലാം പൊളിയും. വേഗം ചെന്ന് ഗംഗയെ വളയ്ക്കാൻ നോക്ക്. എന്താ? ആന്റിയാള് കൊള്ളാലോ. എത്ര പെട്ടെന്നാ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതും വേണ്ട പ്രോത്സാഹനം തരുന്നതും. പ്രായം എത്രയൊക്കെ ആയില്ലേ? ജീവിതാനുഭവത്തിന്റെ ആണെന്ന് കരുതിയാ മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.